കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധരാണ് അല്ലേ? വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട കുഞ്ഞു വിശുദ്ധർ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട്. കുട്ടി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഇപ്പോൾ വീണ്ടും ഒരാൾ ചേർക്കപ്പെടുകയാണ്. അന്റോണിയേറ്റ മിയോ. നെന്നോലിന എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന അന്റോണിയേറ്റ മിയോ 1930 ഡിസംബർ 15 റോമിൽ ജനിച്ചു. റോമിലെ ഒരു ഉയർന്ന മധ്യവർഗ കുടുംബത്തിലെ മിഷേലിന്റെയും മരിയ മിയോയുടെയും രണ്ടാമത്തെ മകളാണ് മിയോ. മാർഗരീറ്റ എന്ന പേരുള്ള ഒരു മൂത്ത സഹോദരിയും അവൾക്കുണ്ട്. 4 വയസ്സുള്ളപ്പോൾ അവളുടെ കാൽമുട്ടിലെ വീക്കം ഓസ്റ്റിയോസാർക്കോമ ആണെന്ന് കണ്ടെത്തി. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ അസ്ഥികളിൽ കാണുന്ന മാരകമായ ക്യാൻസർ. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൾക്ക് അവളുടെ കാൽ നഷ്ടപ്പെട്ടു. കാൽ മുറിച്ചു മാറ്റിയെങ്കിലും മിയോ സന്തോഷവതിയായി തുടരുകയും കൃത്രിമ കാലുമായി സ്കൂളിൽ തിരിച്ചെത്തുകയും ചെയ്തു. കുഞ്ഞു മിയോ യേശുവിനും മാതാവിനും വിശുദ്ധന്മാർക്കും കത്തുകൾ എഴുതുമായിരുന്നു. ഈ കത്തുകളിലൂടെ അവൾ തന്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും പാപികളുടെ മാനസാന്തരത്തിനായി തന്റെ കഷ്ടപ്പാടുകൾ സമർപ്പിക്കുകയും ചെയ്തു. പ്രിയ കുഞ്ഞ് യേശുവേ, നീ പരിശുദ്ധനാണ്, നീ നല്ലവനാണ്. എന്നെ സഹായിക്കണമേ, കൃപ നൽകണമേ. എന്റെ കാൽ തിരികെ തരാൻ പറ്റുമോ? നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നൊക്കെ കുഞ്ഞുമിയോ തന്റെ കത്തിലൂടെ ഈശോയ്ക്ക് എഴുതുമായിരുന്നു. വേദന തുണിയിലെ ഇഴകൾ പോലെയാണ് എന്നവൾ പറയുമായിരുന്നു. ഒരിക്കൽ അവൾ പിതാവിന് എഴുതി, എന്റെ വേദനകൾ ഇഴകൾ പോലെയാണ്. ഇഴകൾ കൂടുമ്പോൾ തുണിക്ക് ശക്തി കൂടുന്നത് പോലെ എന്റെ സഹനങ്ങൾ ശക്തിയാണ്. പാപികളുടെ മാനസാന്തരത്തിനായുള്ള യേശുവിന്റെ ബലിയായി മിയോ തന്റെ കാൽ നഷ്ടപ്പെട്ടതിനെ കണ്ടു. രക്ഷാകരമായ കഷ്ടപ്പാടുകളെ കുറിച്ചുള്ള അവളുടെ ആഴത്തിലുള്ള ഗ്രാഹ്യം പരിചയസമ്പന്നരായ ദൈവശാസ്ത്രജ്ഞന്മാരെ പോലും അത്ഭുതപ്പെടുത്തി. 1936 ക്രിസ്തുമസ് ദിനത്തിൽ മിയോ തന്റെ 6ാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു. ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും അത്യന്തം സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അവൾക്കത്. വെറും 7 വർഷം മാത്രം ജീവിച്ചിരുന്ന അവൾ 100-ലധികം കത്തുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യമൊക്കെ അവൾ കത്തുകൾ എഴുതിയത് അവളുടെ അമ്മയ്ക്ക് വായിച്ചു കൊടുക്കുമായിരുന്നു. പിന്നീട് അവൾ എഴുതിയ കത്തുകളെല്ലാം അവൾ തന്റെ മുറിയിലെ യേശുവിന്റെ രൂപത്തിനടിയിൽ വെച്ചു. അവളുടെ അചഞ്ചലമായ വിശ്വാസവും അവൾ കഷ്ടപ്പാടുകളെ സ്വീകരിച്ചതും പയസ് 11 മാർപ്പാപ്പ ഉൾപ്പെടെ മറ്റു പലരെയും സ്പർശിച്ചു. മിയോയുടെ അവസാന നാളുകൾ തന്റെ വിധിയെ ശാന്തമായി അംഗീകരിച്ചുകൊണ്ടുള്ളതായിരുന്നു. ദുഃഖിതയായ അമ്മയെ അവൾ ആശ്വസിപ്പിച്ചു. അവൾ തന്നെ അവളുടെ മരണത്തെ പ്രവചിച്ചു. അവൾ ഉടൻ തന്നെ യേശുവിനോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. 1937 ജൂലൈ മാസം 3 7 വയസ്സുള്ളപ്പോൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് മിയോ മരിച്ചു. 2007 ഡിസംബർ 17 അവളുടെ വീരോചിതമായ ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പോപ്പ് ബെനഡിക്ട് 16 അവളെ ധന്യയായി പ്രഖ്യാപിച്ചു. വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷികളല്ലാത്ത വിശുദ്ധയായി ഈ കുഞ്ഞറിയപ്പെടും. മിയോ മാമോദിസ സ്വീകരിച്ച റോമിലെ സാന്താക്രോസിലെ ബസിലിക്കയിലാണ് അവളുടെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്.